ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് 4 വർഷം പൂർത്തിവെച്ചു എന്ന് ഗവൺമെൻറ് പറയണം. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയണം. തൊഴിൽ ചെയ്യുന്നിടത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്തെവിടെയും ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതും ഭീകരവുമായ സംഭവങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിന് തന്നെ അപമാനകരമായ സംഭവമാണ്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല, കേരളത്തിന് തന്നെ അപമാനകരമായ സംഭവമാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇനിയും പലതും പുറത്ത് വരാനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും സ്ത്രീകൾക്ക് പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സ്വതന്ത്രമായി അവർക്ക് നിലനിൽക്കാനുമുള്ള അവസരമുണ്ടാകണം. സർക്കാർ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. എന്തുകൊണ്ട് ഇത്രയും കാലം നടപടിയെടുത്തില്ല? ആർക്ക് വേണ്ടിയാണ് ഇത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ അതിശക്തമായ നടപടികളിലൂടെ മാത്രമേ ഈ രംഗത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരക്കാർക്കെതിരെ കൂടി നടപടി ഉണ്ടാകും. അതെല്ലാം ഗവൺമെൻറ് ആലോചിക്കണം. 4 വർഷം പൂഴ്ത്തിവെച്ച ഈ സർക്കാരിൽ നിന്ന് എന്ത് നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്? ഈ സർക്കാർ ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു. ഇവരെന്ത് നടപടിയെടുക്കും? ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് നടപടിയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതിഭീകരമായ സംഭവങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ വരാനുണ്ടെന്നാണ് പലരും പറയുന്നത്. സത്യാവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്ന, അവർക്ക് വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളെ നേരിടേണ്ടി വരുന്ന ഈ അവസ്ഥാവിശേഷത്തിന് അന്ത്യം കുറിക്കാൻ ഏമാക്കപ്പെട്ട റിപ്പോർട്ട് സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മലയാള സിനിമയിൽ വലിയൊരു മാഫിയ പ്രവർത്തനം എന്ന് തോന്നിപ്പോകുന്ന പല വിവരങ്ങളുമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അല്ല, അത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. അതാണ് ഞാൻ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞത്. അതിഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കേരളം പോലെ പരിഷ്കൃതമായൊരു സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികളിലൂടെ ഈ രംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ 4 വർഷം പൂർത്തിവെച്ച ആളുകൾ ഇത് നടപ്പാക്കുമോ, നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള എൻ്റെ സംശയം കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. സർക്കാരായിട്ട് പൂഴ്ത്തി വെച്ചിട്ടില്ല എന്നാണ് സർക്കാർ തന്നെ സജി ചെറിയാൻ പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. സർക്കാർ തന്നെ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിന് ഓരോ ന്യായങ്ങൾ പറയുകയാണ് ഇവർ. ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല.